സ്കൂളൊക്കെ തുറന്നാല് എല്ലാരും രാവിലെ കിച്ചണിൽ ഭയങ്കര ബിസി ആയിരിക്കും കേട്ടോ. ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ രാവിലെ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും, രാത്രി ഭയങ്കര ബിസി ആയിരിക്കും. ഇതിപ്പോ ഞായറാഴ്ച രാത്രിയാണ്. ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഹസ്ബൻഡിന്റെ കയ്യിൽ കൊടുത്തിട്ട്, മൂപ്പര് ഏതായാലും അവിടെ ടീ കണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ചോപ്പ് ചെയ്തിടുമെന്ന് വെച്ച്, ചോപ്പറൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ മടിയൊന്നും കാണിക്കാതെ ചെയ്യും കേട്ടോ. പിന്നെ വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് തേങ്ങയും കൂടി ചിരവി വെച്ചിട്ടുണ്ട്. അധികം തേങ്ങ ഫ്രീസറിൽ വെക്കാൻ ഫ്രീസറിൽ സ്ഥലം ഉണ്ടാവാറില്ല. പിന്നെ കുറച്ച് പത്തിരി, എന്തായാലും ഇപ്പൊ രാത്രിയിലേക്ക് കുറച്ച് പത്തിരി വേണം, അപ്പൊ രാവിലേക്കും കൂടി കുറച്ച് ചുട്ട് വെച്ച്, പിന്നെ കുറച്ച് പത്തിരി അധികം ആകുമെന്ന് വിചാരിച്ച് കുറച്ച് അങ്ങനെ തന്നെ പരത്തിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ ഇതാകുമ്പോ രാവിലത്തെ പത്തിരി പണിയും ഇല്ല. പിന്നെ നാളെ ഉച്ചക്കലേക്കുള്ള ചിക്കൻ കറിയാണിത്, അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം രാവിലെ എണീറ്റിട്ട് ഇതെല്ലാം കൂടി ഉണ്ടാക്കിയാലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു സ്ട്രെസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് കുറച്ച് വെജിറ്റബിൾസ് കറി രാവിലേക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. അത് രാത്രിയിലേക്ക് എടുത്തിട്ട് ബാക്കി രാവിലേക്കുള്ളത് ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. കാരണം ഇതൊക്കെ ചെയ്തു വെച്ചാലുണ്ടല്ലോ രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യുക, രാവിലെ എണീക്കുമ്പോൾ ഇത്രയും പണിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് സമാധാനത്തോടെ എണീക്കുകയും ചെയ്യാം. പിന്നെ ഈ പാത്രം കഴുകലൊക്കെ എപ്പോഴേ ചെയ്തു വെച്ചാൽ രാവിലെ കുറച്ച് പണി ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കുക, പിന്നെ ചോറൊന്ന് തിളപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാർത്തി വെക്കുക, പിന്നെ പത്തിരി ചുട്ടതില്ലെങ്കിൽ ഞാൻ പരത്തി വെച്ചിട്ടുണ്ടാവും, അതൊന്ന് ചുട്ടെടുക്കുക, അത്രേ പണി ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നെപ്പോലെ രാത്രി പണിയെടുത്തിട്ട് രാവിലെ റിലാക്സ് ആയിട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു വെക്കുന്നവർ ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് കമന്റ് ചെയ്യണേ. ഇനി ചെയ്തു വെക്കാത്തവരാണെങ്കിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് ഇങ്ങനെ ചെയ്തു വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. പ്രത്യേകിച്ച് എന്നെപ്പോലെ മോർണിംഗ് പേഴ്സൺ അല്ലാത്തവര്, രാവിലെ എണീക്കാനൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലുള്ളവർ ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചാൽ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. പിന്നെ ഈ മാങ്ങ എൻ്റെ സ്കൂളിലെ സാറ് മുർഷിദ് കൊണ്ടു തന്നതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ച്, അത് കാണുമ്പം പഴുത്തതെല്ലാം തോന്നുമെങ്കിലും നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ. പിന്നെ രാവിലേക്ക് ഒന്ന് അയൺ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ എൻ്റെ രാത്രി പരിപാടിയും കഴിയും, രാവിലെ നല്ല റിലാക്സ്ഡ് ആവുകയും ചെയ്യും.